ഹലോ ഗൈസ്, ഇന്നത്തെ യാത്ര നമുക്ക് ഒരു പ്രഗ്നൻറ്റ് മദറിൻ്റെ അടുത്തേക്കാണ്. അപ്പം അവർ 8 പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9th പ്രഗ്നൻസിയിൽ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഫാമിലി പ്ലാനിങ് ഒന്നും ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടായ എല്ലാ കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പോൾ അവരൊരു ആൺകുട്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഇപ്പോഴും. ഇപ്പോൾ ഇവിടെ ഇത്തിരി ചൂടും കാര്യങ്ങളായത് കാരണം ആകെ കിട്ടണത് സവാള, പിന്നെ ദാലും പിന്നെ ആലും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ന്യൂട്രീഷൻ ആയിട്ടുള്ള സാധനങ്ങളൊന്നും കിട്ടാനൊന്നുമില്ല. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലും അല്ല അവർ. അപ്പം അതിൻ്റേതായിട്ടുള്ള വളർച്ചയും തൈറോയിഡും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഇന്ന് നമ്മൾ അവിടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് എക്സാമിനേഷൻസും കാര്യങ്ങളും ചെയ്യണം, അത്യാവശ്യം സാമ്പിൾസ് കളക്ട് ചെയ്യണം. ഇപ്പോൾ അവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനും കൂടെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് അവിടേക്ക് പോകുന്നത്. നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ദൂരമുണ്ട് ഉള്ളിലോട്ട് പോകാനായിട്ട്. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഉത്തരാഖണ്ഡിലേക്ക് വരാനായിട്ട് താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡൽഹിയിലോട്ട് ട്രെയിൻ കയറാം. അവിടെ നിന്ന് ഹൽദ്വാനി കാത്ഗോദാം എന്ന് പറയുന്നൊരു ട്രെയിൻ ഉണ്ട്, നേരെ ഉത്തരാഖണ്ഡിലോട്ടുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇടയിൽ സ്പെയർ ചെയ്യേണ്ട, സിമ്പിളായിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും നല്ല അടിപൊളിയായിട്ട് കണ്ടിട്ട് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാം. ഇനി അതിൻ്റെ ഇടയിൽ ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കുകളുണ്ട്. കാരണം ഡൽഹിയിൽ വന്ന് പിന്നെ നിസാമുദ്ദീനിലോ അങ്ങനെയൊക്കെ ആയിട്ട് പോകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബസ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കുറേ സ്കാമുകൾ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ റിസ്ക്കുകളും കാര്യങ്ങളും ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ട്രെയിൻ ടു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് സിമിലർ ആയിരിക്കും. ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലൊക്കെ ഏകദേശമൊക്കെ സിമിലർ ആയിരിക്കും. എനിക്ക് ഈ പറയുന്ന ട്രെയിന് മിസ്സായിരുന്നു. അതായത് ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലേക്കുള്ള ട്രെയിൻ എനിക്ക് മിസ്സായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തത് ബസ്സൊന്നാണ് ചെയ്തത്. അതാണ് ഞാൻ ആ റൂട്ടേ പറയാത്തത്. കാരണം എനിക്ക് ഡയറക്റ്റ് ബസ് ആ സമയത്ത് ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഡിലേ ചെയ്യാനും പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് ഈ മൗണ്ടൻ്റെ ടോപ്പിലാണ് എൻ്റെ ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒരു 7-8 hours പിന്നെയും ഞാൻ ട്രാവൽ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ടൈം അവിടെ ഒന്നും വേസ്റ്റ് ചെയ്യാനില്ലാത്ത കാരണം ഞാൻ കൂടുതലും ബസ് ഇങ്ങനെ മാറിക്കയറി ഒക്കെ തന്നെയാണ് പോയത്. അപ്പം ഡൽഹി ടു യു പി ടു ഉത്തരാഖണ്ഡ് ആ ഒരു രീതിയിലേക്കാണ് വന്നത്. ട്രാവൽ പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ അത് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് കുറേ കേസുകൾ ഞങ്ങൾ അന്ന് അറ്റൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അന്ന് മെയിനായിട്ട് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസ് ഇതുപോലെ തന്നെ മലബാറിലാണ്. അപ്പോൾ അവർക്ക് എല്ലാപ്പോഴും വീട്ടിൽ തന്നെയാണ് പ്രസവവും കാര്യങ്ങളും നടക്കുന്നത്. അപ്പം 2 പ്രസവം നടന്നു. അതിൽ രണ്ടാമത്തെ കുട്ടി പ്രസവിച്ച് പുറത്ത് വന്നപ്പോഴത്തേക്കും തല ഇച്ചിരി വലുതായിട്ട് വന്നു, കണ്ണിത്തിരി പുറത്ത് തള്ളി. അത് മോസ്റ്റ് പ്രോബബ്ലി തൈറോയിഡ് ഉണ്ടെങ്കിൽ ഉള്ളൊരു പ്രശ്നമാണ്. പിന്നെ അവർ ഈ പറയുന്ന പോലെ ഓട്ടോപ്സിയോ കാര്യങ്ങളൊന്നും എടുക്കാത്ത കാരണം കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റീസണും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ അത് പെൺകുട്ടിയായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് അന്നത്തെ പ്രസവത്തിന് ശേഷം ഈ മദർ ഇൻ ലോ ഉണ്ടല്ലോ, അമ്മായിയമ്മ, ഭയങ്കര ശോകം പരിപാടിയാണ്. ആൾക്ക് മര്യാദയ്ക്കിട്ട് ഭക്ഷണം കൊടുക്കത്തില്ല. ഇപ്പം മൂന്നാമത് പ്രഗ്നൻ്റാണ്. അപ്പം പ്രഗ്നൻ്റ് ആയപ്പോൾ ഭക്ഷണം പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല. പിന്നെ പകൽ തീരെ ഒന്ന് റെസ്റ്റ് എടുക്കാനോ അങ്ങനെ കാര്യങ്ങളൊന്നും സമ്മതിക്കത്തില്ല. ഫുള്ള് ഒരു ടോക്സിക് എൻവിറോൺമെൻറ്റ് അവരവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെക്കപ്പിനും മറ്റ് അൾട്രാസൗണ്ട് എടുക്കാനായിട്ടൊക്കെ ഹോസ്പിറ്റലിലോട്ടൊക്കെ വരാൻ പറയുമ്പോഴത്തേക്കൊക്കെ 100 ന്യായങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു രക്ഷയില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല. കാരണം ഇതിന് മുന്നേ അവിടുത്തെ ലോക്കൽസും അത്യാവശ്യം നമ്മളൊരു വില്ലേജ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കൺവിൻസ് ആക്കാനായിട്ടൊക്കെ കുറേ ശ്രമം നടത്തി. പക്ഷെ അവർ ഒരു രക്ഷയില്ല. അത് അങ്ങനത്തെ കുറച്ച് ടോക്സിസിറ്റിയും കാര്യങ്ങൾ. അപ്പോൾ ഇവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഞങ്ങളോട് ചോദിച്ചു, ഇപ്പം ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണങ്ങൾ ചൂടോടെ കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ആക്ച്വലി അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ അമ്മായിമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിമ്മ എന്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഇവർക്ക് കൊടുക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തണുത്ത ഭക്ഷണം കഴിച്ചാൽ മതി, തണുത്ത ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചൂടോടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി വലുതായി പോവും, അല്ലെങ്കിൽ കുട്ടിക്ക് ദോഷമാകും. അങ്ങനെ മുന്നത്തെ പ്രസവത്തിൻ്റെ അതേ ഹിസ്റ്ററി അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു ഭക്ഷണവും കാര്യങ്ങളും ഇവർക്കും കിട്ടുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു. പറഞ്ഞ് നമ്മളെ കൊണ്ട് എന്താ പറയുക, എങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക എന്നുള്ളത് ആ രീതിയിലൊക്കെ പറഞ്ഞ് നോക്കി. പക്ഷേ അറിയില്ല ഇനി എന്താവും എന്നുള്ളതൊക്കെ. ഇങ്ങനത്തെ കുറേ ദുരന്തവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനങ്ങനെ കല്യാണം കഴിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതാവുന്നേ. പക്ഷേ ആളെ ഹസ്ബൻഡ് പുറത്ത് പഞ്ചാബിലോ ഒക്കെ എന്താ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയേക്കാണ്. അതിൻ്റെ ഇടയിലാണ് ഈ അമ്മായിയും ഇങ്ങനത്തെ കുറേ പരിപാടികൾ കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ അവർ വെള്ളത്തിൻ്റെ സ്രോതസ്സാട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളും കാര്യങ്ങളും, ചില വീടുകൾ ഇതുപോലെ ഉണ്ടാവും, ചിലത് മഡിൻ്റെ ആയിരിക്കും, ചിലത് ഇതുപോലെ മരത്തിൻ്റെയും ഒക്കെ ആയിരിക്കും. പക്ഷെ നല്ല രസമാട്ടോ ഇതിൻ്റെ ഉള്ളിൽ.